ക്രിറ്റിസിസം വരുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി വരെ ആ ഒരു ഇഷ്യൂനെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അഡ്രസ്സ് ചെയ്തിട്ട് ഒരു മെയിൻ സ്ട്രീം ഫിലിം ചെയ്തിട്ടുണ്ട്. എല്ലാ പോയിന്റിലും എനിക്കിത് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് ഫുൾ ബോധ്യം ഉണ്ടായത്. കാരണം മേ ബി ഞാൻ കവിതയാണല്ലോ കൂടുതൽ എഴുതുന്നത്. കവികൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്കൊന്നൊരു ആക്ടറിനും വേണ്ട ഒരു വലിയ ക്വാളിറ്റി അതാണ്. കാരണം നമുക്ക് ചുറ്റിനുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനും ഒക്കെ ആ ഒരു സെൻസിറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകളുടെ കഥയാണ്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. വിൻ റീൽസിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മീര നായരാണ്. ഹായ് മീര ചേച്ചി, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18 ചേച്ചിയും ദിൽഷയും ലീഡായിട്ടുള്ള സീ ഓഫ് ലവ് റിലീസ് ചെയ്യാണ്. സോ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു വെയിറ്റിംഗ് പ്രോസസ്സും ഒക്കെ? എക്സൈറ്റഡ് ആണ് ഡെഫിനറ്റ്ലി. കാരണം ഇതൊരു സ്പെഷ്യൽ മൂവിയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത് ഒരു വുമൺ ഡയറക്ടറാണ്. സായി കൃഷ്ണ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡിറക്ഷനും. അപ്പോൾ സായിയുടെ ഫസ്റ്റ് ഫിലിമാണ്. അപ്പം സായിയുടെ വലിയൊരു സ്വപ്നമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗം ആവുകയാണ് ഞങ്ങൾ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരുപാട് പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ളൊരു ക്യാരക്ടറാണ്. ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടറാണ്. ഒരുപാട് ഇമോഷൻസിലൂടെ ട്രാവൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് സ്പെഷ്യലാണ്. അതെ, ഞാനിതിൻ്റെ പ്രിവ്യൂ കണ്ടിരുന്നു. സോ വളരെ ഒരു സെൻസിറ്റീവ് തീമാണ്, അറ്റ് ദ സെയിം ടൈം ഒരു സെൻസേഷണൽ തീമും ഒക്കെയാണിത്. ഈ ഫിലിമിലാണെങ്കിലും ചേച്ചിയുടെ പെർഫോമൻസ് വൈസും ക്യാരക്ടർ വൈസും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സോ നമുക്കൊരു ഇമോഷണൽ അട്രാക്ഷൻ ഈ ക്യാരക്ടറിനോട് തോന്നും. ഒരു എംപതിയും സിമ്പതിയും നമുക്ക് തന്നെ ഒരു ഇമോഷണൽ ബേർഡനാണ് ഈ ഫിലിം കണ്ടു കഴിയുമ്പോൾ. അപ്പോൾ അതിൽ അത്രത്തോളം ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്ന ചേച്ചിക്ക് അത് എത്രത്തോളം ഈസി ആയിരുന്നു അതിലോട്ട് കയറാനും തിരിച്ചിറങ്ങാനും? ജയന്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ എനിക്ക് മനസ്സിലാക്കാൻ വലിയ ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. കാരണം ജയന്തി ഈ പറഞ്ഞ പോലെ വളരെ ഏർലി വിഡോഡ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ജയന്തി കവിത എഴുതുന്ന സ്ത്രീയാണ്. ജയന്തിക്ക് മകനുള്ള സ്ത്രീയാണ്. ജയന്തി ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു ജയന്തി എനിക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കുറച്ച് എല്ലാം വളരെ ഈസി ആയിട്ട് പോയി എന്നുള്ള അതിന് പ്രിപ്പറേഷനോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പ്രിപ്പറേഷൻ സ്ക്രിപ്റ്റ് വായന എന്നുള്ളൊരു പ്രിപ്പറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സായി ഓഫ് കോഴ്സ് ആ ക്യാരക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു, എൻ്റെ കഥ പറഞ്ഞു, അങ്ങനെയൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇതിൽ നമ്മൾ ഈ റൈറ്റിങ്ങും ആക്ടിങ്ങും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഞാനിത് ചോദിക്കാൻ കാരണം എനിക്ക് ഈ മൂവിയിൽ ത്രൂ ഔട്ട് തോന്നിയൊരു കാര്യം, ചേച്ചി ബേസിക്കലി ഒരു റൈറ്ററും കൂടെയാണ്. ഒരു ഫ്ലോ ഉണ്ടായിരുന്നു ആ ക്യാരക്ടറിൻ്റെ പെർഫോമൻസിന്. നമുക്കൊരിടത്തൊരു ജേർക്ക് തോന്നില്ല. നമ്മളിപ്പോൾ ഒരു പോയിട്രി വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നല്ലൊരു ക്രിയേറ്റീവ് പീസ് വായിക്കുന്ന പോലെ കൺട്രോൾഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ആക്ടിങ് വളരെ കൺട്രോൾഡ് ആണ്, എന്നാൽ ഒരു ഫ്ലോയും ഉണ്ട്. അപ്പം ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? മേ ബി ഞാൻ കവിതയാണല്ലോ കൂടുതൽ എഴുതുന്നത്. കവികൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം എനിക്കൊന്നൊരു ആക്ടറിനും വേണ്ട ഒരു വലിയ ക്വാളിറ്റി അതാണ്. കാരണം നമുക്ക് ചുറ്റിനുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മളെ തന്നെ അനലൈസ് ചെയ്യാനും ഒക്കെ ആ ഒരു സെൻസിറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. സോ മേ ബി ദാറ്റ് ഹെൽപ്പ്. അറിയില്ല, എനിക്ക് തോന്നുന്നു അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ത്രൂ ഔട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം ചെയ്യുമ്പോൾ ചേച്ചി പറഞ്ഞു സൊസൈറ്റിയെ പേടിയില്ല, അങ്ങനെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് റെസ്പോൺസ് പേടിയില്ലെന്ന്. ഫാമിലിയിൽ എന്തെങ്കിലും അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ? ക്യാരക്ടറിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? പറഞ്ഞിരുന്നു ഇങ്ങനെ സിനിമ ചെയ്യുന്നത്. എൻ്റെ മക്കളുടെ അടുത്ത് 2 ആൺകുട്ടികളെ എനിക്കുള്ളത്, അവരുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്കൊന്നും എന്നെക്കാളും ഒക്കെ അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളിപ്പോൾ ജെൻഡർ ഫ്ലൂയിഡിറ്റിയെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനകത്തെ പല എന്താണ് എനിക്കറിയില്ല ആക്ച്വലി എന്താണ് ഇതിനകത്ത് പല ഡിവിഷൻസ് അല്ലെങ്കിൽ ഹൗ ഡു യു ഫ്ലോ ഫ്രം വൺ ജെൻഡർ ടു അനദർ. എനിക്കത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് മച്ച് മോർ അവെയർ അബൌട്ട് ഇറ്റ്. കുറച്ചുകൂടെ അവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു നോളജ് കുറച്ചുകൂടെ ഉണ്ട്, നോളജും ഒക്കെ വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എല്ലാവരും ഈവൻ ഗേൾസ് ആണെങ്കിൽ പോലും അവരുടെ സെക്ഷുവൽ ഐഡൻറ്റിറ്റി വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സമയത്ത് ഈ ഒരു മൂവിയുടെ റെലവൻസ് എത്രത്തോളം ഉണ്ട്? റെലവൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഡിസ്കസ്ഡ് ടോപ്പിക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ അവയർനെസ് കൂട്ടുമെങ്കിൽ നല്ല കാര്യം. പിന്നെ നമുക്ക് അങ്ങനെ ഉള്ളവരോട് കുറച്ചുകൂടെ എംപത്തി വരുമെങ്കിൽ അതും ഒരു നല്ല കാര്യമാണ്. ബിക്കോസ് നമ്മൾ അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മൾ ചിന്തിക്കാൻ, ഈ സിനിമ അവരുടെ പെർസ്പെക്റ്റീവ് എന്നുള്ള സിനിമയാണ്. വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ദേ ഗോ ത്രൂ, അവരുടെ ഇമോഷൻസ് എന്താണ്, അപ്പോൾ അവരുടെ
വൾണറബിലിറ്റീസ് എന്താണ് എന്നൊക്കെ കാണിക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ നമ്മുടെ ചുറ്റിനുള്ള മനുഷ്യരെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യമാണ്. അത് ചേച്ചി പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഞാൻ ഈ മൂവി കണ്ടപ്പോഴും ഇതിൻ്റെ അകത്ത് ജയന്തിയും ജുമീലയും തമ്മിലൊരു ഇമോഷണൽ ബോണ്ടിങ് അത് കാണുന്ന നമുക്കും അത് ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജയന്തിയുടെ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്കാരത്തി എന്താണോ അത് അതുപോലെ ജുമീല അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആണ് എല്ലാ പെർസ്പെക്റ്റീവിലും. ജയന്തിയുടെ ടാലൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടുന്ന പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു പരിധിവരെ ജയന്തിയുടെ ഫാമിലിയിൽ നിന്നും മകനിൽ നിന്നോ പാർട്ട്ണറിൽ നിന്നോ പാർട്ട്ണർ ഉണ്ടായിരുന്നപ്പോൾ പുള്ളിയുടെ നിന്നും ഒന്നും കിട്ടാതിരുന്ന കുറേ കൈൻഡ് ഓഫ് സപ്പോർട്ടും ഒരു സ്ട്രെങ്ത്തും ഒക്കെ ജുമൈല കൊടുക്കുന്നുണ്ട്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നോർമൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോലും. പലപ്പോഴും നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മുടെ ഫാമിലി പോലും വില്ലിങ് അല്ലാതിരിക്കുന്ന സിറ്റുവേഷൻ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ ആൾക്കാർ അതൊരു റിലേഷൻഷിപ്പ് അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് തന്നെ ആവണം എന്നില്ല. അതുകൊണ്ടാണ് മനുഷ്യർ അവരെ മനസ്സിലാക്കുന്ന മനുഷ്യരെ തേടി പോകുന്നത്, അതിപ്പോൾ ആണായാലും പെണ്ണായാലും. അല്ല, സ്ത്രീകൾക്കുള്ള ഒരു ഇമോഷണൽ റിക്വയർമെന്റ്സ് അത് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് അല്ലേ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആയിരിക്കും കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു ഈ ഫിലിമിൽ ത്രൂ ഔട്ട് പോർട്രേ ചെയ്യുന്നതും അത് തന്നെ. ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകളാണ്, അവരുടെ സാഹചര്യങ്ങൾ കാരണം അവരൊറ്റപ്പെട്ടു പോവുകയാണ്. അപ്പോൾ അവർ ദേ ഫൈൻഡ് കംഫർട്ട് ഇൻ ഈച്ച് അതർ. അതെ, ഒരു കൈൻഡ് ഓഫ് റെസിപ്രോക്കൽ റിലേഷൻ പോലെ അങ്ങ് പോകുന്ന ഒരു സംഭവമാണ് ഇതിൽ. ഇപ്പോൾ ജുമൈല ആണെങ്കിലും ജയന്തി ആണെങ്കിലും വളരെ എന്താ പറയുക, ഒരാളല്ല, നമ്മുടെ സൊസൈറ്റിയിലെ പലരുമാണ് അവർ. ഇപ്പം നമുക്ക് ഇതുപോലത്തെ ഒരുപാട് ജയന്തിമാരെ നമുക്ക് ഇനിയും കാണാൻ പറ്റും, നമ്മൾ സമൂഹത്തിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇഷ്ടങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യവും സെൽഫായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എല്ലാത്തിലും നമുക്കൊരു റെസ്ട്രിക്ഷൻ വരുന്നൊരു സിറ്റുവേഷൻ, അതും ഈ സോ കോൾഡ് പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ നമുക്ക് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, ഏതെങ്കിലും രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? എന്താണ് വാട്ട്സ് യുവർ സ്റ്റാൻഡ് ഓൺ ഇറ്റ്? എങ്ങനെ ജസ്റ്റിഫൈ അത് എത്രത്തോളം ജസ്റ്റിഫയബിൾ ആണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റിഫയബിൾ അല്ല, ഒട്ടും ജസ്റ്റിഫയബിൾ അല്ല. ഓബ്വിയസ്ലി എവറി ഇൻഡിവിജ്വൽ ഹാസ് ദ റൈറ്റ് ടു ലിവ് ദെയർ ലൈഫ്സ് എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ചുറ്റും ഒരുപാട് കടമ്പകളുണ്ട്, അതിനെ നമ്മൾ എങ്ങനെ മറികടക്കുന്നു എന്നനുസരിച്ചിരിക്കും. ഓരോരുത്തരും അവരുടെ രീതിയിൽ അതിനെ ഡീൽ ചെയ്യുന്നു, അതിനെ ഫൈറ്റ് ചെയ്യുന്നു. അല്ല, സിമിലർ ഒരു ക്യാരക്ടറാണ് സാറാസിൽ, ഏകദേശം അത്രയും ഇല്ലെങ്കിലും ഒരു ടു എ സർട്ടൻ എക്സ്റ്റെന്റ് അല്ലേ. ഹസ്ബൻഡ് ഒരു കൺസെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഹസ്ബൻഡ് കൺസെന്റ് കൊടുത്തു ബട്ട് സ്റ്റിൽ യു ആർ വെയിറ്റിംഗ് ഫോർ സംതിങ് എൽസ് എന്നുള്ളൊരു ഇതാണ് തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് ഇന്നൊന്നിലൊന്നും, ഇത് കുറച്ച് നാളെ, ഇത് പഴയ മൂവീസ് എടുത്താലും ഇത് തന്നെയാണ്. അപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ വലിയ ചേഞ്ചസ് വരുന്നില്ല എന്നുള്ളതിന്റെ ആണോ ഒരു റിഫ്ലക്ഷൻ? ചേഞ്ചസ് വരുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇന്നത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ട്. ആൾക്കാർ കൂടുതൽ വോക്കലാണ്, പെൺകുട്ടികളും കൂടുതൽ വോക്കലാണ്. അവർക്ക് ദേ ലേൺ ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ദെംസെൽവ്സ്. ആ ഒരു സൈലൻസ്, ഷെയിം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട്, ഡെഫിനറ്റ്ലി മാറി വരുന്നുണ്ട്. അതിനി മാറുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. സീ ഓഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൻസേഷണലുമാണ്, കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു തീം ഡീൽ ചെയ്യുന്ന ഒരു ഫിലിമാണ്. സോ ഇതിൽ നമുക്കൊരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടാനും ചാൻസ് ഉണ്ട്, ക്രിറ്റിസിസംസ് വരാനും ചാൻസ് ഉണ്ട്. ചേച്ചി ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുമില്ല. സോ ഇതുപോലെ ഒരു ക്യാരക്ടർ കയ്യിൽ വരുമ്പോൾ ഒബ്വിയസ്ലി ഏതൊരു ആക്ടറും ചിന്തിക്കും ഇത് ചെയ്യണോ വേണ്ടേന്ന്. അപ്പോൾ ചേച്ചിയുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ചേച്ചിക്ക് ഇത് ചെയ്യാൻ തോന്നിയ ഒരു പോയിന്റ് എങ്ങനെയായിരുന്നു? ഏത് പോയിന്റിലാണ് ഡിസൈഡ് ചെയ്തത് ചെയ്യാൻ? അല്ല, അങ്ങനെ ഒരു വലിയ ക്രിറ്റിസിസം വരുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നമ്മുടെ ചുറ്റും കാണുന്ന കാര്യം തന്നെയാണ്. ഇപ്പം നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് എന്താണ്, സെയിം സെക്സ് ലവിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഒരു മേജർ തീം എന്ന് പറയുന്നത്. അത് നമ്മുടെ ചുറ്റും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കാലത്ത് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ആൾക്കാർ അവെയറാണ്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്തുകൊണ്ട് അതിനകത്തൊരു ക്രിറ്റിസിസം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ സായിയാണ് എന്നെ ആദ്യം വിളിച്ചത്. സായി ഫോണിൽ കൂടെ ആദ്യം കഥ പറഞ്ഞു, പിന്നെ നേരിട്ട് കണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കഥ പറഞ്ഞു, പിന്നെ സ്ക്രിപ്റ്റ് തന്നു, ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാ പോയിന്റിലും എനിക്കിത് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് ഫുൾ ബോധ്യം ഉണ്ടായത്. കാരണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ളൊരു ക്യാരക്ടർ കിട്ടുക എന്നുള്ള സന്തോഷമാണ്. നമ്മളൊരു ചെറിയ എന്തെങ്കിലും ചെയ്യുന്ന അല്ലാതെ യു ആർ എ മെയിൻ ക്യാരക്ടർ. ഇത് മാത്രമല്ല, ഒരുപാട് ഇമോഷൻസിൽ കൂടെ ട്രാവൽ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്കിത് ചെയ്യണോ വേണ്ടിയോ എന്നൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു, ഡയറക്ടറിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി നോക്കുമ്പോൾ പല കൈൻഡ് ഓഫ് ആൾക്കാരാണ്. വളരെ ബ്രോഡ് മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്, അറ്റ് ദ സെയിം ടൈം നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന സൂംബ ഡാൻസ് ക്ലാസിൻ്റെ ഇഷ്യൂ തന്നെ അതിനൊരു വലിയ എക്സാമ്പിളാണ്. അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പോലും ആലോചിക്കാണ്ട് ജസ്റ്റ് അങ്ങ് ക്രിറ്റിസിസംസ് റേസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സൊസൈറ്റിയിൽ ഒരു LGBTQ സബ്ജക്റ്റ്, സെയിം സെക്സ് ലവിനെ പറ്റി സംസാരിക്കുന്ന ഒരു സബ്ജക്റ്റ്, അതും ടോട്ടലി ഒരു ഫീമെയിൽ പെർസ്പെക്റ്റീവിൽ വരുന്നു. സോ ഓഡിയൻസിൻ്റെ റെസ്പോൺസിനെ പറ്റിയിട്ടൊന്നും ഒരു കൺസേൺസും ഇല്ലായിരുന്നു, അങ്ങനത്തെ വറീസ് ഒന്നും?
റിലീസിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓഡിയൻസിൽ ഒരു നല്ല ട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അല്ല, ഞാൻ അതങ്ങനെ പറഞ്ഞു, ഇതൊരു ടാബു സബ്ജക്റ്റ് ഒന്നും അല്ല, ഇപ്പൊ അല്ല, ഡെഫിനറ്റ്ലി അല്ല. ഈ ഒരു കാലത്ത് ഒരുപാട് സിനിമകൾ നമ്മുടെ സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി വരെ ആ ഒരു ഇഷ്യൂനെ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് അഡ്രസ്സ് ചെയ്തിട്ട് ഒരു മെയിൻ സ്ട്രീം ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവയർനെസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. ഈ സിനിമ വളരെ അതിന്റെ ഇമോഷണൽ ആസ്പെക്ട്സ് ആണ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഒറ്റപ്പെട്ടു പോകുന്ന രണ്ട് സ്ത്രീകളുടെ കഥയാണ്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതെ, ഞാൻ സീ ഓഫ് ലവ് കണ്ട സമയത്ത് എനിക്കതിൻ്റെ അകത്ത് എല്ലാം വളരെ നല്ല രീതിയിൽ പോർട്രേ ചെയ്തേക്കുന്ന ഒരു മൂവി. നമ്മുടെ കൂടുതലും ചേച്ചി പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ ആംഗിളിൽ നിന്നാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സോ എനിക്കെപ്പോഴും അതൊരു ഫാമിലി ഓഡിയൻസ് അലോങ് വിത്ത് ദ ചിൽഡ്രൻ പോയി കാണണം എന്ന ആഗ്രഹമുള്ളൊരു മൂവിയായിരുന്നു. നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞു ആ ഒരു ടോപ്പിക് ഒരു ടാബു ടോപ്പിക് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ അത് കുട്ടികൾ എന്ത് കാണണം കാണണ്ട എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അതൊരു വലിയ ഡിബേറ്റ് ആണ്. വി കൻ ഗോ ഓൺ അബൌട്ട് ഇറ്റ് ഫോർ അവേഴ്സ്. ബിക്കോസ് നമുക്ക് പറയാം, ഇന്റർനെറ്റ് ഉണ്ട്, OTT ഉണ്ട്, അവിടെ ഇതില്ല, പിന്നെ എന്തുകൊണ്ട് സിനിമയെ മാത്രം സെൻസർ ചെയ്യുന്നു, അത് വേറൊരു ടോപ്പിക്കാണ്. പക്ഷെ സിനിമയിലെ സെൻസറിങ്ങിൽ കുട്ടികൾ എന്ത് കാണണം കാണണ്ട എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കിന് ഒരു US സർട്ടിഫിക്കറ്റ്. അത് മാറേണ്ട ഒരു ടൈം ആയി തോന്നുന്നു. ബിക്കോസ് നമ്മൾ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ കോൺവെർസേഷനിൽ പറഞ്ഞു, കുട്ടികൾക്ക് ഇതിനേക്കാളും നമ്മളെക്കാൾ കൂടുതൽ ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു അവയർനെസ് പാടില്ല എന്നുള്ളതാണ്. അതെ, അതിന്റെ ആവശ്യം ഉണ്ടോ എന്നുള്ളതാണ് അല്ലേ. ഒരു കരിയർ നോക്കുവാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെബ്യൂ ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്? രണ്ടും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസസ് ആണ്. എക്സ്പീരിയൻസ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് ഇറ്റ് ഈസ് ഈസിയർ ബിക്കോസ് ദേ നോ വാട്ട് എക്സാക്ട്ലി ദേ വോണ്ട്. അപ്പം ഫോർ എൻ ആക്ടർ നമ്മളതിങ്ങനെ ഒരു 200 ടേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവർക്കറിയാം ഇതാണ് ഇവർക്ക് വേണ്ടത്, അത് പറയും, നമ്മൾ ഡെലിവറി ചെയ്താൽ ചിലപ്പോൾ ആദ്യത്തെ ടേക്കിൽ തന്നെ ഓക്കെ ആവും, ചിലപ്പോൾ അല്ലെങ്കിൽ 2 ടേക്ക്. പക്ഷെ അതിനകത്തൊരു കൺഫ്യൂഷൻ ഇല്ല. അതാണ് ഒരു ആക്ടറിന് കുറച്ചുകൂടി ഈസിയർ ആണ് ആ രീതിയിൽ. പക്ഷെ ഒരു ഡെബ്യൂ ഡയറക്ടർ ആകുമ്പോൾ അവർ എക്സ്പെരിമെന്റ് ചെയ്യുക, കാരണം അവരും ആദ്യമായിട്ടല്ലേ. അപ്പം അവർ കുറച്ച് ഈ ആംഗിൾ വെച്ചാലോ ആ ആംഗിൾ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ വർക്ക് ചെയ്യേണ്ടി വരും, കുറച്ചുകൂടെ അങ്ങനെ ആ രീതിയിൽ. പക്ഷെ രണ്ടും രസമാണ്, കാരണം അവരുടെ ക്രാഫ്റ്റും അവർ ബിൽഡ് ചെയ്യല്ലേ. അപ്പോൾ നമ്മൾ അതിന്റെ ഭാഗമാവുന്നത് അതൊരു അഡ്വഞ്ചർ തന്നെയാണ്. അതെ, ഇപ്പോൾ ഫസ്റ്റ് ഫിലിം തന്നെ സത്യനന്ദിക്കാട് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫഹദിന്റെ കൂടെ സ്ക്രീൻ സ്പേസ്, KPC ലളിത മാമിനെ പോലെ ഒരാളുടെ കൂടെ എനിക്കൊരു കംപ്ലീറ്റ് ബ്ലർ ആണ്. അല്ല, ശരിക്കും പേടിയായിരുന്നു അന്നൊക്കെ സെറ്റിൽ പോകാനായിട്ട്? ഭയങ്കര പേടിയായിരുന്നു. ആദ്യമായിട്ടല്ലേ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്, ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഇത്രയും വലിയ വെറ്ററൻസിന്റെ കൂടെയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിങ്ങനെ ഒരു ബ്ലർ ആണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. സ്ക്രീനിൽ കാണുമ്പോൾ ഇതാണോ ഞാൻ ചെയ്തത് എന്ന് ഞാൻ ആലോചിക്കും. അപ്പോൾ അതിന്റെ പല സീൻസും ഇങ്ങനെ ചെറിയ ക്ലിപ്പിങ്സ് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോഴാണോ ഞാൻ ഇതാണോ ചെയ്തത് എന്നുള്ളത്. അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യമാണ്, ഈ നമ്മുടെ സോ കോൾ കമേഴ്ഷ്യൽ ഫിലിംസിൽ കിട്ടിയിട്ടുള്ളതിനേക്കാളും വളരെ ക്രിട്ടിക്കലി അക്ലെയിംഡ് ആയിട്ടുള്ള മൂവീസിലാണ് ചേച്ചി കുറച്ചുകൂടി സ്പേസ് കിട്ടിയിട്ടുള്ളത്. ഒരു ക്യാരക്ടർ വൈസ് ആണെങ്കിലും ആക്ടിങ് സ്കില്ലാണെങ്കിലും കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ ചാൻസ് കിട്ടിയിട്ടുള്ളത് ഈ ക്രിട്ടിക്കലി അക്ലെയിം. പലതും എനിക്ക് തോന്നുന്നു തിയേറ്റർ റിലീസ് പോലും വരാതെ പോയ ഫെസ്റ്റിവലിന് വേണ്ടി ഓറിയന്റ് ചെയ്തെടുത്ത സിനിമ. എനിക്ക് ബാബുസേനം ബ്രദേഴ്സ് അവരുടെ ഒരു 3 സിനിമയിൽ ഞാൻ അഭിനയിച്ചു. അത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു പ്യോർ ആർട്ട് ഹൗസ് ഫിലിം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവർ ആദ്യമേ അത് തിയേറ്റർ റിലീസ് ഇല്ല, ദിസ് ഇസ് ഫോർ ഫിലിം ഫെസ്റ്റിവൽസ്, ഇറ്റ്സ് എ പ്യോർ ആർട്ട് ഹൗസ് ഫിലിം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അല്ല, ബാക്കി ഫിലിംസ് ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പുലിയാട്ടം ഒക്കെ പോലെ അതൊക്കെ തിയേറ്റർ റിലീസ് തന്നെ ചെയ്ത ഫിലിംസ് ആണ്. ഈ ഫെസ്റ്റിവൽ മൂവീസ് എന്ന് പറഞ്ഞ് ഇറങ്ങുന്ന ഒരു കാറ്റഗറി ഉണ്ടല്ലോ. സോ അതിൽ ആക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മുടെ ഒരു ആക്ടിങ് സ്കിൽ വൈസ് എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനോ അതിനെന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കമേഴ്ഷ്യൽ ഫിലിം ആയാലും ആർട്ട് ഹൗസ് ഫിലിം ആയാലും നമുക്ക് തരുന്ന ക്യാരക്ടർ എന്താണ് ഡയറക്ടറിന് വേണ്ടത് അത് ഡെലിവർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ആക്ടർ ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. അപ്പം ഈ ആർട്ട് ഹൗസ് ഫിലിം ഞാൻ ബാബുസേനം ബ്രദേഴ്സിന്റെ വർക്കിംഗ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് അവർ റിഹേഴ്സൽസ് ആണ്, ഞങ്ങളെല്ലാം ഒരു 4-5 ദിവസം റിഹേഴ്സ് ചെയ്ത് എല്ലാ ആക്ടേഴ്സും അവരവരുടെ എല്ലാ പാർട്സും പഠിച്ച് റിഹേഴ്സ് ചെയ്ത് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ സോ ദ ഫൈനൽ ടേക്ക് ഇസ് മച്ച് ഈസിയർ ബിക്കോസ് യു ഓൾറെഡി നോ വാട്ട് എക്സാക്ട്ലി യു ഹാവ് ടു ഡു. അപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷെ ഒരു കമേഴ്ഷ്യൽ ഫിലിമിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ളൊരു സമയമൊന്നും ഉണ്ടാവില്ല. ചിലപ്പം നമ്മൾ ആ സെറ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു ഡയലോഗ് ആദ്യമായിട്ട് കാണുന്നത് പലപ്പോഴും. അപ്പം വർക്കിംഗ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സായി കൃഷ്ണ ഡയറക്ടർ, പുള്ളിക്കാരത്തിൻ്റെ ഡെബ്യൂ മൂവിയാണ്.
പുള്ളിക്കാരത്തി ജയരാജിന്റെ അസോസിയേറ്റും കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാളുടെ ഇത്രയും വലിയൊരു ഫിലിം മേക്കറിന്റെ അസോസിയേറ്റ് ആയിട്ടിരുന്ന ഒരാൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മൂവിയുടെ ഭാഗമാകുമ്പോൾ ഒബ്വിയസ്ലി ജയരാജ് ഡയറക്ടറിന്റെ എന്തെങ്കിലുമൊക്കെ സാറിൻ്റെയൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് കാണുമായിരിക്കും സായി കൃഷ്ണ മാമിന്റെ ഡയറക്ഷനിലും. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ജയരാജ് സാറിന്റെ ഡയറക്ഷനെ കുറിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഐ ഹാവ് നോട്ട് വർക്ക് വിത്ത് ഹിം, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സായി വളരെ സായി ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ നിന്ന ആളാണ്. സായി ഡബിങ് ആർട്ടിസ്റ്റാണ്, അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ജയരാജ് സാറിന്റെ. അപ്പൊ സായിക്ക് ഇൻഡസ്ട്രി ഇൻ ഔട്ട് അറിയാം. അപ്പം അത്രയും വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഭയങ്കര ഒരു പവറുണ്ട് സായിക്ക്. അതുകൊണ്ട് സായിക്ക് കൃത്യമായിട്ട് എന്ത് വേണം എന്നറിയാം. അതൊരു ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയില്ല സായിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ. സായി വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, സായിക്ക് എന്ത് വേണം എന്ന് സായിക്ക് അറിയാം. അതുകൊണ്ട് അത് വളരെ സ്മൂത്ത് ആയിരുന്നു, ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ക്ലാരിറ്റി ഉണ്ടായിരുന്നു, അത് വളരെ സ്മൂത്ത് ആയിരുന്നു. അതുപോലെ ദിൽഷയുടെ കൂടെയാണ് ത്രൂ ഔട്ട് ചെയ്തിരിക്കുന്നത്. ദിൽഷയെ നമ്മൾ കൂടുതലും ഒരു ഡാൻസർ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ കണ്ടിട്ടുള്ളത് ശരിക്കും ദിൽഷ എന്താണ് ദ റിയൽ ദിൽഷ എന്ന് പറയുന്ന പോലെ നമുക്ക് ബിഗ് ബോസിലാണ് ആൾക്കാർ കൂടുതലും കണ്ടിട്ടുള്ളത്. സോ കൂടെ വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഒരു അത് ഗുണാണോ ദോഷമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല, അപ്പോൾ ഞാനും കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഇങ്ങനെ ദിൽഷയാണ് കൂടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മക്കൾക്കായിരുന്നു അറിയാമെന്ന്, മക്കൾക്കറിയാം ദിൽഷ എന്നൊക്കെ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച് നോക്കുകയായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്കൊരു മുൻ ധാരണയൊന്നും ഇല്ലായിരുന്നു ദിൽഷ ഏതാണെന്നുള്ള ധാരണയൊന്നും ഇല്ലായിരുന്നു. സെറ്റ്സിൽ വളരെ വളരെ സെൻസിബിൾ ആയിട്ടുള്ള, വളരെ വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള, യാതൊരു ടാൻട്രംസോ ജാടകളോ ഒന്നും ഇല്ലാത്ത വളരെ കംഫർട്ടബിൾ ആയിരുന്നു ദിൽഷയായിട്ട് വർക്ക് ചെയ്യാൻ. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു ഡാൻസ് എന്നൊരു കോമൺ എലിമെന്റ് ലിങ്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ അത് കുറച്ചുകൂടെയൊക്കെ നിങ്ങളുടെ കോൺവെർസേഷൻസിനൊക്കെ കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും ഒരു പരിധി വരെ. ഡാൻസിനെ കുറിച്ചൊന്നും അല്ല, ഞങ്ങൾ ആ ഒരു സെറ്റില് ഞങ്ങൾ സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്തോളൂ. പക്ഷെ അത് ഞാൻ പറഞ്ഞ വളരെ നമുക്ക് വർക്ക് ചെയ്യാൻ, ഇനിയും എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ആളാണ് ദിൽഷ. വളരെ ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ കോ സ്റ്റാർസിന്റെ കൂടെ. ആക്ടിങ് സ്കിൽസ് ഉണ്ട്, ഓഫ് കോഴ്സ് യുവർ ഓൺ സ്ക്രീൻ കെമിസ്ട്രി. അതിനെക്കാട്ടിലും ഓഫ് സ്ക്രീൻ നമ്മൾ കംഫർട്ടബിൾ ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിൽഷയായിട്ട് വളരെ കംഫർട്ടബിൾ, നല്ലൊരു സെൻസിബിൾ കുട്ടിയാണ്. ഇതിലിപ്പോൾ ചേച്ചിയുടെ സീ ഓഫ് ലവിൽ ചേച്ചിയുടെ മകനായിട്ട് ആക്ട് ചെയ്തത് ജിബ്നു ജേക്കബ് ഇതിന്റെ പ്രൊഡ്യൂസറും കൂടെയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പ്രൊഡ്യൂസർ ത്രൂ ഔട്ട് നമ്മുടെ കൂടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജിബ്നു ഇങ്ങനെ ഫുൾ ഓൺ ആണ് എപ്പോഴും. അപ്പോൾ ഇപ്പം ഇങ്ങനെ ജില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പം പ്രൊഡ്യൂസർ, ആക്ടർ എന്താ നമുക്ക് പൊറോട്ടയും ചിക്കനും കൊണ്ടുവരുന്ന ആളെ എല്ലാമായിരുന്നു ജിബ്നു. അപ്പം അങ്ങനെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ട്, എല്ലാവരും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തൊരു ഫിലിമാണ്. ഇപ്പം ഞാൻ ഈ മൂവി കണ്ടപ്പോഴും എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒന്നാണ് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു മൂഡും ആ ഫിലിമിൻ്റെ തീമും ഒക്കെ ആയിട്ട് വളരെ നല്ല രീതിയിൽ ബ്ലെൻഡായി പോകുന്ന ഒരു ലൊക്കേഷനായിരുന്നു. സോ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് മണ്ണാർക്കാട്, പാലക്കാട് മണ്ണാർക്കാടിൽ നിന്ന് കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകണം. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഞാനും ആദ്യമായിട്ടായിരുന്നു അവിടെ പോകുന്നത്. അപ്പോൾ ഇത് സൈലന്റ് വാലിയുടെ ഒക്കെ അടുത്താണ്, കുന്തിപ്പുഴ, അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത 2 വീടുകൾ, അപ്പുറത്തുള്ള 2 വീടുകളായിരുന്നു മെയിൻ ലൊക്കേഷൻ. അപ്പോൾ അതിനകത്ത് ഒരു വീടിൻ്റെ ഒരു വലിയ മാവുണ്ട്. അപ്പോൾ ഈ മാവിൽ നിന്നുള്ള മാങ്ങ സീസണും ആയിരുന്നു, ഞങ്ങൾ സമ്മർ സമയത്താണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ മാങ്ങ കഴിക്കുക എന്നുള്ളതാണ് മെയിൻ മോട്ടിവേഷൻ. ആ വീടിൻ്റെ ഓണർ ഞങ്ങൾക്ക് വേണ്ടി അത് പറിച്ചെടുത്ത് വെച്ച് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് തന്ന്, അങ്ങനെയൊക്കെ അവിടുത്തെ നാട്ടുകാരും ഒക്കെ ഭയങ്കര ചെറിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതിനകത്ത് ഭയങ്കര ക്യൂരിയോസിറ്റിയും ഭയങ്കര സഹകരണവും. ഞങ്ങൾ രാവിലെ അവിടെ ഒരു ചെറിയൊരു ചായക്കടയുണ്ട്, അവിടെ പോയി കഴിക്കും ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഫിലിമാണ്. അല്ല, ഈ ലൊക്കേഷൻ ഒത്തിരി ഈ ഫിലിമിന് വെയിറ്റേജ് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം നിങ്ങളുടെ ആ ഒരു മൂഡും ആ ലൊക്കേഷനുമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സിങ്ക് ആയി പോകുന്നുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ ചൂസ് ചെയ്ത സായിയുടെ നാടാണ്, പിന്നെ അതുകൊണ്ടും കൂടിയാണ് അത് ചൂസ് ചെയ്തത്. പക്ഷെ അതിന്റെ ഭംഗിയും ഈ പറഞ്ഞ പോലെ അത് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു കംപ്ലീറ്റ് ഫിലിമിന്റെ ഒരു ഈത്തോസുമായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു ഇതായിരുന്നു. സോ ഈ മൂവി തിയേറ്ററിലോട്ട് വരുമ്പോൾ ചേച്ചിയുടെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ്? ആൾക്കാരത് എങ്ങനെ റിസീവ് ചെയ്യുമെന്നാണ് ആൾക്കാർ കാണണം എന്നുള്ളതാണ് അപേക്ഷ. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ. സോ ഇപ്പോൾ ചേച്ചി എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ തിയേറ്ററിൽ ഒരു ഗ്രാൻഡ് സക്സസ് ആയിട്ട് വരട്ടെ. ഇനി അങ്ങോട്ട് നല്ല ഫ്യൂച്ചറിൽ നല്ല നല്ല പ്രോജക്ട്സും വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.